ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ കടന്നു വരുന്നത് കണ്ട് ഈശോയോട് പത്രോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവൻ്റെ കാര്യം എന്താണ്? വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21 അധ്യായം 22 തിരുവചനം. ആ ചോദ്യത്തിന് ഈശോ ഇപ്രകാരമാണ് മറുപടി കൊടുക്കുക: ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ഈശോനൊരു മറുപടി കൊടുക്കണേ. പത്രോസിൻ്റെ ഒരു സ്വതസിദ്ധമായൊരു ചോദ്യമാണ്. യോഹന്നാനെക്കുറിച്ചുള്ള പദ്ധതികൾ അറിയാൻ വേണ്ടി ആയിരിക്കാം. പക്ഷേ ഈശോ കൊടുക്കുന്ന മറുപടിയിൽ അവസാനം സൂചിപ്പിക്കുകയാണ്: നീ എന്നെ അനുഗമിക്കുക. നീ മറ്റുള്ളവരിലേക്ക്, ചുറ്റുപാടുകളിലേക്കല്ല നോക്കുക. നിന്നെ വിളിച്ചത് ഞാനാണ്. നിൻ്റെ ഫോക്കസ് എന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്, എന്നെ അനുഗമിക്കുക എന്നുള്ളതാണ്. പ്രിയ സഹോദര സഹോദരി, നീ ക്രിസ്ത്യാനിയാണ്. നിന്നെ ക്രിസ്തു വിളിച്ച് നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. നിനക്കൊരു ദൗത്യമുള്ളൂ: ഈശോയെ പൂർണ്ണമായിട്ട് അനുഗമിക്കുക. പലതരത്തിലുള്ള പ്രതിസന്ധികളും പലതരത്തിലുള്ള വെല്ലുവിളികളും ജീവിതത്തിലേക്ക് വരാം. പക്ഷെ നിൻ്റെ ഫോക്കസ് ഈ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുക. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, ലോകത്തിൻ്റെതായ എല്ലാ ആകർഷണങ്ങളെയും വിട്ടിട്ട് നിന്നെ പരിപൂർണമായിട്ട് അനുഗമിക്കുവാനുള്ള കൃപ ഈ വ്യക്തിക്ക് നൽകണമേ. ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടതായ കൃപകൾ, നന്മകൾ, സംരക്ഷണം എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം.